ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പേയ്മെന്റുകൾ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം ലഭിക്കാൻ 75-കാരിയായ ഭാര്യ 10 വർഷം മുമ്പ് മരിച്ച ഭർത്താവിന്റെ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. സാൾട്ട് ലേക്ക് സിറ്റിയുടെ തെക്ക് പടിഞ്ഞാറ് 25 മൈൽ അകലെയുള്ള യൂട്ടയിലെ ടൂലെ റെമിംഗ്ടൺ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് റിട്ടയർമെന്റ് ഹോംസിലെ ഒരു വീട്ടിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ക്ഷേമ പരിശോധനയ്ക്കിടെ, അതായത് വെൽഫെയർ ചെക്കിനിടെ 75-കാരിയായ ജീൻ സൗറോഡ് മാത്തേഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്വാഭാവിക മരണമാണെന്നാണ് കരുതപ്പെടുന്നതെന്ന് പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീട്ടിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 75-കാരിയുടെ ഭർത്താവ് പോൾ എഡ്വേർഡ് മാത്തേഴ്സിന്റെ, അതായത് 69-കാരനായ പോൾ എഡ്വേർഡ് മാത്തേഴ്സിന്റെ മൃതദേഹമാണ് ഫ്രീസറിൽ കണ്ടെത്തിയിരുന്നത്. ഓറഞ്ചും കറുത്ത നിറമുള്ള പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പോൾ മാത്തേഴ്സ് അവസാനമായി ആശുപത്രിയിൽ ചെന്നത് 2009 ഫെബ്രുവരി 4-നായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. മാരകമായ എന്തോ അസുഖം ഉണ്ടായിരുന്നതായും ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. 2009 ഫെബ്രുവരി 4-നും മാർച്ച് 8-നും ഇടയിലായിരിക്കാം പോൾ മാത്തേഴ്സ് മരിച്ചതെന്ന് വിശ്വസിക്കുന്നുവെന്നും അന്നു മുതലായിരിക്കാം മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. മരണപ്പെടുന്നതുവരെ ജീൻ മാത്തേഴ്സ് വീൽചെയർ ഉപയോഗിക്കുമായിരുന്നുവെങ്കിലും 10 വർഷം മുമ്പ് അവർക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്നും ആരോഗ്യവതിയായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നുണ്ട്. ഭർത്താവിന്റെ മൃതദേഹം സ്വയം ഫ്രീസറിൽ വെക്കാൻ ശാരീരികമായി അവർക്ക് കഴിയുമായിരുന്നു എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. അതേസമയം പോളിന്റെ മൃതദേഹത്തിൽ 2008 ഡിസംബറിൽ എഴുതി നോട്ടറി പബ്ലിക് സാക്ഷ്യപ്പെടുത്തിയ ഒരു കത്തും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു. ഭാര്യ തന്നെ കൊന്നിട്ടില്ലെന്ന് എഴുതി പോൾ തന്നെ ഒപ്പിട്ടതാണ് ആ കത്തെന്ന് ടൂൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർജൻ ജെറമി ഹാൻസൺ പറയുകയുണ്ടായി. മാത്തേഴ്സിന്റെ ഒപ്പ് പരിശോധിച്ചിട്ടില്ലെന്നും 2008 ഡിസംബറിലെ കത്ത് നോട്ടറൈസ് ചെയ്ത സ്ത്രീ ഒപ്പിടുന്നതിന് മുമ്പ് അതിലെ ഉള്ളടക്കം വായിച്ചിട്ടില്ലെന്ന് സമ്മതിച്ചതായും പോലീസ് പറയുകയുണ്ടായി. താൻ കുറിപ്പ് വായിക്കാതെയാണ് അത് സ്റ്റാമ്പ് ചെയ്തതെന്ന് നോട്ടറി പബ്ലിക് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞതായി ഹാൻസൺ പറഞ്ഞു. ഒരുപക്ഷെ ദമ്പതികൾ ഈ പദ്ധതി നേരത്തെ ആസൂത്രണം ചെയ്തതായിരിക്കാം എന്നാണ് പറയുന്നത്. ഭർത്താവ് മരിച്ചാലും ആനുകൂല്യം ഭാര്യയ്ക്ക് കിട്ടാൻ വേണ്ടി ചെയ്ത കൃത്യമാകാം ഇതെന്നാണ് ഉദ്യോഗസ്ഥരുടെ അനുമാനം. അതിനാൽ ഇവരുടെ എല്ലാ സാമ്പത്തിക രേഖകളും മെഡിക്കൽ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം $1,77,000 ജീൻ മാത്തേഴ്സ് സർക്കാരിൽ നിന്ന് ആനുകൂല്യമായി കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം നരഹത്യയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു വരുന്നുണ്ട്. അങ്ങനെ ജീൻ മാത്തേഴ്സിനെ കുറിച്ച് നല്ലത് മാത്രമേ റിട്ടയർമെന്റ് ഹോമിലെ താമസക്കാർക്ക് പറയാനുള്ളൂ. ഒരു ഈച്ചയെ പോലും ഉപദ്രവിക്കാത്തവളാണ് ജീൻ എന്നാണ് ഇവാൻ ക്ലൈൻ എന്ന അയൽവാസി ഫോക്സ് 13 ന്യൂസിനോട് പറഞ്ഞത്. എല്ലാ രൂപത്തിലും ജീൻ വളരെ നല്ല വ്യക്തിയായിരുന്നു, വളരെ സൗഹാർദ്ദപരമായിരുന്നു. ഞങ്ങൾ അവളോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. അവളെ ഡോക്ടർ കാണിക്കാൻ കൊണ്ടുപോകുന്നതും ഞാനായിരുന്നു എന്നും ക്ലെൻ പറയുകയുണ്ടായി. സംഭവം അറിഞ്ഞ മറ്റൊരു താമസക്കാരനായ ജെയിംസ് കേറ്റ് പറഞ്ഞത് ഇത് വളരെ വിചിത്രമാണെന്നാണ്. മരിച്ച ഭർത്താവിനോടൊപ്പമോ അല്ലെങ്കിൽ മരിച്ച ഭാര്യയ്ക്കൊപ്പമോ ഒരു വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.